Good morning. എല്ലാവരും കറക്റ്റ് ചെയ്തെടുത്തില്ലായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ? നിഷമ്മ പറഞ്ഞത് നോട്ട് ചെയ്യാനുള്ള നമ്പർ ഒക്കെ ഇവിടെ മെസ്സേജ് ചെയ്തിട്ടായിരുന്നു. കഴിഞ്ഞില്ല, എല്ലാവർക്കിടെയും ക്ലിയർ ആക്കിയില്ലേ? അത് നോട്ട് ചെയ്തെടുത്തില്ലേ? ഓക്കെ. ഓക്കെ, അതിനകത്തപ്പോ മാം പറഞ്ഞല്ലോ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് അത് തന്നെ പഠിക്കുക കേട്ടോ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ 2 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്തത്. ഞാൻ വരുമ്പോ ഇവിടെ നിങ്ങൾ മെസ്സേജ് ചെയ്ത് നമ്പേഴ്സ് ഒന്ന് ക്ലിയർ ചെയ്യണ്ടായിരുന്നു. അതൊന്ന് കറക്റ്റ് ചെയ്തിട്ടേ എന്ന് വിചാരിച്ച് ഞാനിവിടെ വെയിറ്റ് ചെയ്തതാണ്. ഓക്കെ, നമുക്ക് ചാപ്റ്റർ 15 ആണ് നമ്മൾ അടുത്ത ഫാർമസി. പേജ് നമ്പർ ഒന്ന് ഷെയർ ചെയ്തിടോ നിങ്ങള്? ഫാർമസി ഫസ്റ്റ് പേജ് നമ്പർ 1. ഓക്കെ, നേരെ എടുത്താൽ മതി. ഓക്കെ, ഫാർമസി ആണ് കേട്ടോ. എല്ലാവരും എടുത്തില്ലേ? ഓക്കെ, നമുക്കറിയാം എന്താണ് ഫാർമസി എന്ന് പറഞ്ഞാൽ. ഫാർമസി ഹോസ്പിറ്റലിലെ ഫാർമസി കണ്ടിട്ടില്ലേ? ഫാർമസി പോയിട്ടില്ലേ? എന്താ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന മരുന്നുകൾ കിട്ടുന്ന സ്ഥലമാണല്ലേ ഫാർമസി എന്ന് പറയുന്നത്. മെഡിസിൻസ് കിട്ടുന്ന സ്ഥലമാണ്. അപ്പൊ നമ്മൾ നമുക്ക് ഡോക്ടർ ആണെങ്കിലും മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്തിട്ട് ഫാർമസിയിൽ വന്നിട്ടാണ് നമ്മൾ അത് കളക്ട് ചെയ്യുന്നത് അല്ലെ? ഹോസ്പിറ്റൽ ഫാർമസി. ഓക്കെ, ഇൻട്രൊഡക്ഷൻ നോക്കിയേ. ഹോസ്പിറ്റൽ ഫാർമസി ഈസ് one of the most important departments among the several departments of a hospital. നമുക്കറിയാം ഹോസ്പിറ്റലിലെ പല ഡിപ്പാർട്ട്മെന്റുകളും നമ്മൾ പഠിച്ചു അല്ലെ? കുറേ ഡിപ്പാർട്ട്മെന്റുകൾ, പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ പഠിച്ചു. അതില് ഒരു ഇമ്പോർട്ടന്റ് ഡിപ്പാർട്ട്മെന്റ്, പല ഡിപ്പാർട്ട്മെന്റുകൾ പഠിച്ചതിൽ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ ഒരെണ്ണമാണ് ഈ ഹോസ്പിറ്റൽ ഫാർമസി എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിലെ ഇമ്പോർട്ടന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ ഒന്നാണ് ഹോസ്പിറ്റൽ ഫാർമസി എന്ന് പറയുന്നത്. ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡിപ്പാർട്ട്മെന്റ്സ് എമംഗ് സെവറൽ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് എ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ പല ഡിപ്പാർട്ട്മെന്റുകളും അതിൽ ഇമ്പോർട്ടന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ ഒരു പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ഹോസ്പിറ്റൽ ഫാർമസി എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽ ഫാർമസി ഈസ് ഡിഫൈൻഡ് ആസ് that department of the hospital. നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ഹോസ്പിറ്റൽ ഫാർമസി എന്ന് പറയുന്നത്. which handles, അതെ, അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, കൈകാര്യം ചെയ്യുന്നത്? പ്രൊക്യൂർമെന്റ്. പ്രൊക്യൂർമെന്റ് എന്ന് വെച്ചാൽ ലഭ്യമാക്കുക. മരുന്നുകള് ലഭ്യമാക്കുന്ന സ്ഥലം, അത് കൈകാര്യം ചെയ്യുന്നു. സ്റ്റോറേജ്, മെഡിസിൻസ് സ്റ്റോർ ചെയ്യുന്നു. കോമ്പൗണ്ടിങ്, കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക. ഓക്കെ, മാനുഫാക്ചറിങ്, അത് അടുത്ത പോയിന്റ് ആയിട്ട് ഇവിടെ വീണ്ടും പറയുന്നുണ്ട് കേട്ടോ. അതാണ് ഡിസ്പെൻസിങ്, മരുന്നുകള് വിതരണം ചെയ്യുക. മാനുഫാക്ചറിങ്, നിർമ്മിക്കുക, മാനുഫാക്ചർ ചെയ്യുക. ടെസ്റ്റിംഗ്, പല പല ടെസ്റ്റുകൾ നടത്തുക. പാക്കേജിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡ്രഗ്സ്, മരുന്നുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, വിതരണം ചെയ്യുക. ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹോസ്പിറ്റൽ ഫാർമസി എന്ന് പറയുന്നത്. വിച്ച് ഹാൻഡിൽ പ്രൊക്യൂർമെന്റ്, സ്റ്റോറേജ്, കോമ്പൗണ്ടിങ്, ഡിസ്പെൻസിങ്, മാനുഫാക്ചറിങ്, ടെസ്റ്റിംഗ്, പാക്കേജിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡ്രഗ്സ്. ഓക്കെ, അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ഇന്നത്തെ കാര്യങ്ങളാണ് ഹോസ്പിറ്റൽ ഫാർമസി കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ഫാർമസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് പറഞ്ഞു. അതെന്താ? മെഡിക്കേഷൻസ്, പേഷ്യൻസിന് മെഡിക്കേഷൻസ്, മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഹോസ്പിറ്റൽ ഫാർമസി എന്ന് പറയുന്നത്. ഓക്കെ, അതിന് വേറെ ഡെഫിനിഷൻ ഒന്നും എഴുതണ്ട, നിങ്ങൾക്ക് അറിയാലോ എന്താണ് സംഭവങ്ങളുള്ളത്. അപ്പൊ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയാണ്? മെഡിസിൻസിന്റെ പ്രൊക്യൂർമെന്റ്, സ്റ്റോറേജ്, കോമ്പൗണ്ടിങ്, ഡിസ്പെൻസിങ്, മാനുഫാക്ചറിങ്, ടെസ്റ്റിംഗ്, പാക്കേജിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡ്രഗ്സ്, മരുന്നുകൾ വിതരണം ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാണ് ഹോസ്പിറ്റൽ ഫാർമസി. ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നു.
It is also related to education and research in pharmaceutical services. Pharmaceutical സേവനങ്ങളുമായിട്ട് അതിനോടനുബന്ധിച്ചുള്ള എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസവും റിസർച്ചുകളും. അവിടെ പല പല പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ, പുതിയ മെഡിസിൻസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന കുറെ റിസർച്ചുകളൊക്കെ ചെയ്യണം അല്ലെ. പുതിയ മരുന്നുകളൊക്കെ നമ്മൾ നിർമ്മിക്കുന്നതിനൊക്കെ ആയിട്ട് റിസർച്ചുകൾ, അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള എഡ്യൂക്കേഷൻ, ഇതെല്ലാം ഈ ഫാർമസ്യൂട്ടിക്കൽ സർവീസുകൾ അതിന്റെ ഒരു എഡ്യൂക്കേഷൻ, റിസർച്ച് എന്നിവയൊക്കെ ആയിട്ട് ഈ ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ. A hospital pharmacy is governed by a professionally efficient and a qualified pharmacist. Underline ചെയ്തിട്ട് ആ സെന്റൻസ്. ഹോസ്പിറ്റൽ ഫാർമസി ഗവേൺ ചെയ്യുന്നത് ആരാ, നിയന്ത്രിക്കുന്നത് ആരാ, ആദ്യ കൺട്രോളാണ്. ബൈ ദ പ്രൊഫഷണലി എഫിഷ്യന്റ് ആൻഡ് എ ക്വാളിഫൈഡ് ഫാർമസിസ്റ്റ്. ഫാർമസിസ്റ്റ് പ്രൊഫഷണലി എഫിഷ്യന്റ് ആയിട്ടുള്ള, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റ് ആണ് ഹോസ്പിറ്റൽ ഫാർമസി കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ഫാർമസിസ്റ്റ്. ഇവിടെ ആരെങ്കിലും കഴിഞ്ഞ ക്ലാസ്സിലെ ബിഫാമോ ഡിഫാമോ ഒക്കെ കഴിഞ്ഞവരുണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഫാർമസിസ്റ്റ് കോഴ്സ് പാസ്സായിട്ടുണ്ടോ? കഴിഞ്ഞവരുണ്ടെന്ന് പറയാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തോ മെസ്സേജ് ചെയ്തായിരുന്നു. ഫാർമസിസ്റ്റ് ആരെങ്കിലും ഫാർമസിസ്റ്റ് ഡിഫാം, ഓക്കെ, ഡിഫാം കഴിഞ്ഞാണ് ഡിപ്ലോമ അല്ലെ. ഫാർമസിയില് ഡിപ്ലോമ ഡിഫാം കഴിഞ്ഞാണെന്ന് സഫീർ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഫാർമസിസ്റ്റ് ആണ് ഈ ഫാർമസി ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് പോയത്. ബേസിക് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ്. പ്ലസ് ടു നമുക്ക് ഒരു 50% അല്ലെ, 50% മാർക്കില് നമ്മള് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഇതൊക്കെ കഴിഞ്ഞവർക്ക് 50% മാർക്കോടുകൂടി കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് ഈ കോഴ്സിന് ചേരാം അല്ലെ. ഡിപ്ലോമ, ഡിഫാമോ അല്ലെങ്കിൽ ബിഫാമോ, അത് ഒരു മിനിമം ഇതായിട്ട് പറഞ്ഞേക്കുന്നത്. ഓക്കെ, മിനിമം ലെവലാണ് പറഞ്ഞേക്കുന്നത് ഫാർമസിസ്റ്റില്. ബിഫാം അല്ലെങ്കിൽ ഡിഫാം പറയുന്നത്. ഓക്കെ, ഡിപ്ലോമയാണ് കേട്ടോ. ഡിഫാം എന്ന് പറഞ്ഞാൽ ഡിപ്ലോമ ഇൻ ഫാർമസി. ഡിപ്ലോമ ഇൻ ഫാർമസി. ബിഫാം എന്ന് പറഞ്ഞാൽ ബാച്ചുലർ ഇൻ ഫാർമസി. ഇതാണ് അവരുടെ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ പറഞ്ഞത്. ഫാർമസിസ്റ്റിന്റെ മിനിമം ക്വാളിഫിക്കേഷൻ ആണ് ഇത് ബിഫാമ അല്ലെങ്കിൽ ഡിഫാമ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. 2 വർഷത്തെ അല്ലേ ഡിപ്ലോമ അല്ലെ? 2 വർഷമല്ലേ നിങ്ങൾ ചെയ്തത്? യെസ്, 2 വർഷത്തെ ബിഫാം അല്ലെങ്കിൽ ഡിഫാം കംപ്ലീറ്റ് ചെയ്യണം. അതാണ് അറ്റ്ലീസ്റ്റ് ഒരു മിനിമം ക്വാളിഫിക്കേഷൻ പറഞ്ഞേക്കുന്നത് ഫാർമസിസ്റ്റിന്റെ. ഒരു നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള, പ്രൊഫഷണലി എഫിഷ്യന്റ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ഫാർമസിസ്റ്റ് ആണ്. എംഫാം കുറച്ചും കൂടി, ഞാൻ മിനിമം പറഞ്ഞു കേട്ടോ. എംഫാം കുറച്ചുകൂടി മാസ്റ്റർ ആണ് അതിന്, കുറച്ചും കൂടി ക്വാളിഫിക്കേഷൻ. മിനിമം ഫാർമസിസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞത് ബിഫാം അല്ലെങ്കിൽ ഡിഫാം. ഓക്കെ, പിന്നെ നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ട് ഡിഫാം അല്ലെങ്കിൽ ഡിഫാം നമ്മൾ പറഞ്ഞു. ഫാം ഡി കേട്ടിട്ടുണ്ടോ? ഫാം ഡി അത് കുറച്ചും കൂടി ക്വാളിഫിക്കേഷൻ ആണ്. ഓക്കെ, പ്രൊഫഷണൽ ഡിഗ്രി ആണ്. ഡോക്ടർ ഓഫ് ഫാർമസി. ഓക്കെ, ഡോക്ടർ ഓഫ് ഫാർമസി എന്ന് പറഞ്ഞത്. അവർക്ക് പ്രത്യേക അക്കാദമിക് കോഴ്സ് വർക്ക് ഉണ്ട്. പിന്നെ പ്രത്യേകം ട്രെയിനിങ്, ക്ലിനിക്കൽ ട്രെയിനിങ് ഒക്കെ കിട്ടിയ കുറച്ചും കൂടി എത്ര 5 വർഷത്തെ ഒരു കോഴ്സാണത്. ഡോക്ടർ ഓഫ് ഫാർമസി അല്ലെ. 4 വർഷം അവർക്ക് ഇതും 1 വർഷം ഇന്റേൺഷിപ്പോ അങ്ങനെയൊക്കെ 5 വർഷത്തെ കോഴ്സാണ്. ഓക്കെ, അങ്ങനെ പല ഇതുണ്ട് ഫാർമസിസ്റ്റിന്റെ. മിനിമം നമ്മൾ പറഞ്ഞത്, മിനിമം നമ്മൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു 50% മാർക്കോട് കൂടി ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ മാത്സ് ഇത് ഏതെങ്കിലും കംപ്ലീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 2 വർഷത്തെ കോഴ്സാണ് ബിഫാം അല്ലെങ്കിൽ ഡിഫാം. അത് കംപ്ലീറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫാർമസിസ്റ്റ് ആണ് ആവാം. മിനിമം ക്വാളിഫിക്കേഷൻ ആട്ടോ പറഞ്ഞത്. നല്ല ടഫാണോ സഫീറ? എന്തായാലും ഫാർമസി ഇത് പഠിക്കുമ്പോ മെഡിസിൻസ് ഒക്കെ പഠിക്കണം അല്ലെ. സയന്റിഫിക് നെയിംസ് ഇതിനൊക്കെയാണ് നല്ല, അതാണ് പറഞ്ഞേക്കുന്നത് എഫിഷ്യന്റ് ആയിട്ടുള്ളത്, ക്വാളിഫൈഡ് ആയിട്ടുള്ള. അത് അവർക്ക് മെഡിസിൻസ് ഒക്കെ അറിയാം അല്ലേ. അത് കഴിഞ്ഞവർക്കാണ് ഇപ്പൊ നമുക്ക് ഇതിലിരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഡോക്ടറിനെ പോലെ തന്നെ മെഡിസിനെ കുറിച്ചൊക്കെ എല്ലാം അറിവ് വേണം. അതനുസരിച്ച് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുകയും വേണം അല്ലെ.
എന്നാലല്ലേ നമുക്കത് ഏത് മെഡിസിൻ ആണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് എടുത്തു കൊടുക്കാനും എല്ലാനും പറ്റുള്ളൂ. അത്രയും 2 വർഷം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കാനും ഉണ്ട് അല്ലേ? മരുന്നുകളൊക്കെ ആണെങ്കിലും കുറെ മെഡിസിൻസിന്റെ പേരുകൾ ഏതിനൊക്കെയാണ് എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാറുണ്ട്. മരുന്ന് ഉണ്ടാക്കും. ഓക്കെ, മരുന്ന് ഉണ്ടാക്കും. അതാണ് ഇവിടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് മിനിമം പറഞ്ഞു കേട്ടോ. ബി ഫാം അല്ലെങ്കിൽ ഡി ഫാം വേണമെന്നുള്ളത്. ഇപ്പൊ എം ഫാം കഴിഞ്ഞാൽ ഇതുണ്ടാവും ഡോക്ടർ ഓഫ് ഫാർമസി. അതാണ് ഫാം ഡി എന്ന് പറയുന്നത്. ഫാം ഡി അതൊരു 5 വർഷത്തെ കോഴ്സാണ്. അത് അത്രയും പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും അല്ലേ? അത് ഡോക്ടോറിയൽ ഡിഗ്രിക്ക് ഇക്വലന്റ് ആയിട്ടുള്ളതാണ്. മെഡിക്കേഷൻ ഒക്കെ പ്രിപ്പയർ ചെയ്യാനും റിസർച്ച് അങ്ങനെയുള്ളതൊക്കെ ചെയ്യാൻ അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ളവരായിരിക്കും അവര്. ഇനി നോക്കി അടുത്ത പോയിന്റ്. അപ്പൊ നമ്മളത് നോട്ട് ചെയ്യേണ്ടത് എന്താ? എ ഹോസ്പിറ്റൽ ഫാർമസി ഈസ് ഗവേൺഡ് ബൈ 4 ഇയർ ആണ് അല്ലെ? 4 ഇയർ ആണ്. ഓക്കെ. Okay, hospital pharmacy is governed by a professionally efficient and qualified pharmacist. അവരായിരിക്കും ഹോസ്പിറ്റൽ ഫാർമസി ഗവേൺ ചെയ്യുന്നത്. അത് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ലൈന് ഫുൾ ആയിട്ടൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. തേർഡ് പോയിന്റിന്റെ 2ാമത്തെ സെന്റൻസ്. അടുത്ത നോക്കിയ ലാസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നത്? ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ് ആർ അക്കൗണ്ടബിൾ ഫോർ. ഉണ്ടോ? ഈ ഫാർമസിസ്റ്റിന് എന്തൊക്കെ ഉത്തരവാദിത്വം ഉണ്ട്? ഫോർ ദ ഓർഡറിംഗ്, ക്വാളിറ്റി ടെസ്റ്റിംഗ്, സ്റ്റോറിംഗ് ആൻഡ് സെക്യൂരിറ്റി ഓഫ് ഡ്രഗ്സ്. ഡ്രഗ്സിന്റെ സുരക്ഷ ആൻഡ് മെഡിസിൻസ് ഇൻ ഹോസ്പിറ്റൽസ്. ഉണ്ടോ? അപ്പൊ അതിനെല്ലാം ഉത്തരവാദിത്വം ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റിനുണ്ട്. അവർക്ക് അക്കൗണ്ടബിൾ ഫോർ. ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ് ആർ അക്കൗണ്ടബിൾ ഫോർ ഓർഡറിംഗ്, മെഡിസിൻസ് ഓർഡർ ചെയ്യാൻ, ക്വാളിറ്റി, ഇതിന്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാന്, ദെൻ സ്റ്റോറിംഗ്, മെഡിസിൻ സ്റ്റോർ ചെയ്യാൻ, then security of drugs and medicines in hospital. ഹോസ്പിറ്റലിലെ ഡ്രഗ്സുകള്, മരുന്നുകള്, മെഡിസിൻസുകള് വരുന്നതന്നെ. ഇതെല്ലാം എന്ത് ചെയ്യുക? അതിന്റെ സുരക്ഷ ഉറപ്പാക്കുക. ഇങ്ങനെയുള്ള എല്ലാ ഉത്തരവാദിത്വവും ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റിനുണ്ട്. അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ് ആർ അക്കൗണ്ടബിൾ ഫോർ ഡാഷ് അങ്ങനെ ചോദിക്കാം. Quality testing, storing and security of drugs and medicines in hospital. Medicines in hospitals. They must also make sure an adequate supply of medicines. ഇനി എന്താ പറഞ്ഞേക്കണേ? അവരെന്ത് ചെയ്യണം? They must also make sure an adequate supply of medicines. മതിയായിട്ടുള്ള മെഡിസിന്റെ വിതരണം അവര് ഉറപ്പാക്കുന്നു. They also make sure that adequate supply of medicines. ആവശ്യമായിട്ടുള്ള മരുന്നുകളുടെ സപ്ലൈ, വിതരണം ഉറപ്പാക്കുകയും ചെയ്തു. ഓക്കെ, അതും കൂടി നോട്ട് ചെയ്തോട്ടോ. Make sure an adequate supply of medicine. അപ്പൊ അത്രയാണ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞേക്കുന്നത് കേട്ടോ. 4 പോയിന്റ്സ് ആണ്. അപ്പൊ അതിനകത്ത് ഫസ്റ്റത്തേല് നമ്മള് എന്താ പറഞ്ഞേക്കുന്നത്? ഹോസ്പിറ്റലിലെ പല പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളുടെ ഇടയിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹോസ്പിറ്റൽ ഫാർമസി എന്ന് പറയുന്നത്. അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? പ്രൊക്യൂർമെന്റ്, സ്റ്റോറേജ്, കോമ്പൗണ്ടിങ്, ഡിസ്പെൻസിങ്, മാനുഫാക്ചറിങ്, ടെസ്റ്റിംഗ് ആൻഡ് പാക്കേജിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡ്രഗ്സ്. പിന്നെ അതിന് ഗവേൺ ചെയ്യുന്നത് ആരാണ്? ഫാർമസിസ്റ്റ് ആണെന്ന് പറയും. പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാൽ ലഭ്യമാക്കുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. മരുന്നുകളൊക്കെ ഓൾമോസ്റ്റ് എല്ലായിടത്തേക്കും ഉള്ളതൊക്കെ ലഭ്യമാക്കുക, അവൈലബിൾ ആക്കുക, ലഭ്യമാക്കുക. ഓക്കെ. സ്റ്റോർ ചെയ്യുക, കോമ്പൗണ്ടിങ് കൂട്ടിച്ചേർക്കുക, ഡിസ്പെൻസ് ചെയ്യുക, വിതരണം ചെയ്യുക, മാനുഫാക്ചർ ചെയ്യുക, നിർമ്മിക്കുക, ടെസ്റ്റിംഗ് ചെയ്യുക, പാക്കേജിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, മരുന്നുകളൊക്കെ വിതരണം ചെയ്യുക. ഇതെല്ലാം അതിനകത്ത് വരുന്നതാണ്. പിന്നെ ഹോസ്പിറ്റൽ ഫാർമസി ഗവേൺ ചെയ്യുന്നത് ആരാണ്? ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റ് ആണ്. ഫാർമസിസ്റ്റ്. പിന്നെ അതിനകത്ത് പറഞ്ഞേക്കുന്ന ഫാർമസിസ്റ്റിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് അറിയാലോ? ഓർഡറിംഗ്, ക്വാളിറ്റി ടെസ്റ്റിംഗ്, സ്റ്റോറിംഗ് ആൻഡ് സെക്യൂരിറ്റി ഓഫ് ഡ്രഗ്സ് ആൻഡ് മെഡിസിൻസ് ആൻഡ് ഓൾസോ മേക്ക് ഷുവർ ആൻഡ് ആഡിക്വേറ്റ് സപ്ലൈ ഓഫ് മെഡിസിൻസ്. മതിയായ സപ്ലൈ, മെഡിസിന്റെ വിതരണം അവര് ഉറപ്പാക്കുന്നു. ഇൻട്രൊഡക്ഷൻ ഓക്കെ, 4 പോയിട്ടുള്ളൂ. ഇനി അടുത്ത് നോക്കിയ ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ ഫാർമസി. ഹോസ്പിറ്റൽ ഫാർമസിയുടെ പ്രവർത്തനങ്ങൾ, ഫങ്ഷൻസ് എന്തൊക്കെയാണ്?
കുറച്ച് പോയിന്റ്സ് ആണ്. ഈ പോയിന്റുകൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇത് വായിച്ചൊന്ന് നോട്ട് ചെയ്തിടുക. ഫംഗ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്തതോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കാം. എന്തായാലും ഓൾമോസ്റ്റ് ഇത് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ബൈഹാർട്ടൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് നിങ്ങളൊന്ന് മീനിങ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ ഫാർമസി. ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഫങ്ഷൻസ്, പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഫോർകാസ്റ്റ് ഓഫ് ഡിമാൻഡ്, പ്രൊഫഷണൽ പർച്ചേസിംഗ്, റിസീവിംഗ്, inspection, quality test, storage and distribution. Forecast of demand. Forecast of demand എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് മുൻകൂട്ടി കാണുക, അല്ലെങ്കിൽ ദീർഘദൃഷ്ടി. ഇപ്പൊ നമുക്ക് ഇപ്പൊ മെഡിസിൻസ് ആണെങ്കിലും ഫാർമസിയില് നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കണം മെഡിസിൻസ്. അപ്പൊ അവര് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഈ മരുന്നുകളില് അവിടെ അവൈലബിൾ ആവണം, അല്ലെ, ലഭ്യമാക്കണം. അപ്പൊ നമുക്കത് ഓൾമോസ്റ്റ് എല്ലാ മെഡിസിൻസും തന്നെ, ഇപ്പൊ എല്ലാ മെഡിസിൻസും ഉണ്ടാവില്ല, എല്ലാ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസും ഉണ്ടാവില്ല, എങ്കിലും ഓൾമോസ്റ്റ് ഒട്ടുമിക്ക മെഡിസിൻസുകളൊക്കെ നമ്മളെ ഫാർമസിയിൽ അവൈലബിൾ ആയിരിക്കണം. അപ്പൊ അവര് ഡിമാൻഡ് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അതിനുള്ളൊരു വ്യവസ്ഥ അവിടെ ഉണ്ടാക്കണം. പ്രൊഫഷണൽ പർച്ചേസിംഗ്, മരുന്നുകൾ പർച്ചേസ് ചെയ്യുക, റിസീവ് ചെയ്യുക, ഇൻസ്പെക്ഷൻ പരിശോധനകൾ നടത്തുക, ക്വാളിറ്റി ടെസ്റ്റ് അതിന്റെ മെഡിസിൻസിന്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുക, സ്റ്റോറേജ് മെഡിസിൻസ് സ്റ്റോർ ചെയ്യുക, ഡിസ്ട്രിബ്യൂഷൻ വിതരണം ചെയ്യുക. ഇതിങ്ങനെയുള്ള ഒരു വ്യവസ്ഥ പ്രൊഫഷനിങ് എന്ന് പറഞ്ഞ ഒരു വ്യവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതെല്ലാ കാര്യങ്ങളും നമ്മള് ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഒരു പ്രവർത്തനങ്ങളാണ്. ഓക്കെ, അടുത്ത നോക്കിയേ, സെലക്ഷൻ ഓഫ് ട്രസ്റ്റ് വർത്തി സപ്ലയേഴ്സ്. എല്ലാ സപ്ലയേഴ്സ് നമ്മളെന്താ, ഒരു വിശ്വാസ യോഗ്യരായ സപ്ലയേഴ്സ്, വിതരണക്കാരുടെ തെരഞ്ഞെടുപ്പ്, സെലക്ഷൻ. എല്ലാ സപ്ലൈസും ഒരുപോലെ ആവണമെന്നില്ല അല്ലെ. അപ്പൊ നമുക്ക് ഇപ്പൊ സ്ഥിരമായിട്ട് നമ്മള് മരുന്നുകൾ സപ്ലൈ ചെയ്യുന്ന സപ്ലൈസ് ഉണ്ടായിരിക്കും അല്ലെ ഫാർമസിയിലേക്ക്. അപ്പൊ ആ ഒരു വിശ്വാസയോഗ്യമായിട്ടുള്ള സപ്ലയറുടെ സെലക്ഷൻ, അത് ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഒരു പ്രവർത്തനങ്ങളിൽ വരുന്നതാണ്. സെലക്ഷൻ ഓഫ് ട്രസ്റ്റ് വർത്തി സപ്ലയേഴ്സ്, വിശ്വാസയോഗ്യമായിട്ടുള്ള സപ്ലയർമാരുടെ ഒരു സെലക്ഷൻ, തെരഞ്ഞെടുപ്പ്. അടുത്ത നോക്കിയേ, പ്രിസ്ക്രൈബിംഗ്, എസ്റ്റിമേറ്റ് ഓഫ് ദ നീഡഡ് മെഡിസിൻസ്. നമുക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകളുടെ ഒരു എസ്റ്റിമേറ്റ് പ്രിസ്ക്രൈബ് ചെയ്യുക, നിർദ്ദേശിക്കുക. പ്രിസ്ക്രൈബിംഗ് എസ്റ്റിമേറ്റ് ഓഫ് ദ നീഡഡ് മെഡിസിൻ, ആവശ്യമായിട്ടുള്ള മരുന്നുകളുടെ എസ്റ്റിമേറ്റ് എന്ത് ചെയ്യുക, നിർദ്ദേശിക്കുക, പ്രിസ്ക്രൈബ് ചെയ്യുക. അടുത്ത് നോക്കിയേ, കീപ്പിംഗ് ഇൻഫർമേഷൻ ഓൺ ക്വാളിറ്റി, കോസ്റ്റ്, സോഴ്സ് ഓഫ് സപ്ലൈ, ഡ്രഗ് റിയാക്ഷൻ. നോക്കി എന്തൊക്കെയാ, കീപ്പിംഗ് ഇൻഫർമേഷൻ ഓഫ് ക്വാളിറ്റി, മരുന്നുകളുടെ ഗുണമേന്മ അല്ലെങ്കിൽ ഗുണനിലവാരം, അതിന്റെ കോസ്റ്റ്, വില. എല്ലാ മെഡിസിൻസും ഒരേ റേറ്റ് ആണോ അല്ലെ, പല റേറ്റ് ആണെങ്കിൽ കോസ്റ്റ് വ്യത്യാസമായിരിക്കും. പിന്നെ അത് നമുക്ക് ആ സപ്ലൈ, സോഴ്സ് ഓഫ് സപ്ലൈ ചെയ്യാനുള്ള ഒരു സോഴ്സ്, ഉറവിടം, ഡ്രഗ് റിയാക്ഷൻ, ഡ്രഗിന്റെ ചില ഡ്രഗ്സുകൾ അതിന്റെ റിയാക്ഷൻസ് ഉണ്ടാവാം. അപ്പൊ അങ്ങനെ ഡ്രഗ് റിയാക്ഷൻ എന്നിവയെ കുറിച്ചുള്ള വിവരങ്ങൾ എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക. അത് ഫാർമസിയുടെ ഒരു ഫംഗ്ഷൻ ആണ്. കീപ്പിംഗ് ഇൻഫർമേഷൻ എന്തുവാണ്, ക്വാളിറ്റി, കോസ്റ്റ്, സോഴ്സ് ഓഫ് സപ്ലൈ, ഡ്രഗ് റിയാക്ഷൻ എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ്, വിവരങ്ങൾ എന്ത് ചെയ്യുക, സൂക്ഷിക്കുക. ഫാർമസിയിൽ കീപ്പ് ചെയ്യണം, സൂക്ഷിക്കുക. അടുത്തത്, ക്വാളിറ്റി കൺട്രോൾ ഓഫ് പർച്ചേസ്ഡ് ഓർ മാനുഫാക്ചർഡ് പ്രൊഡക്റ്റ്. ക്വാളിറ്റി കൺട്രോൾ ഓഫ് പർച്ചേസ്ഡ്, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്ന, ഉൽപ്പാദിപ്പിക്കുന്ന, നിർമ്മിക്കുന്ന പ്രൊഡക്റ്റുകൾ ഉണ്ടല്ലോ, പർച്ചേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, ഗുണനിലവാര നിയന്ത്രണം. പർച്ചേസ്ഡ് ഓർ മാനുഫാക്ചർഡ് പ്രൊഡക്റ്റ്. അടുത്തത്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിസിൻ ഇൻ ദ വാർഡ്. വാർഡുകളിലേക്ക് മരുന്നുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിസിൻ ഇൻ ദ വാർഡ്സ്. വാർഡുകളിലേക്ക് മെഡിസിൻസ് എന്ത് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, വിതരണം ചെയ്യുക.
Drug information source in hospitals. Okay, distribution of medicines. ഒരെണ്ണം കൂടി അല്ലേ അത് പറഞ്ഞില്ല. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിസിൻസ് ഇൻ ദ വാർഡ്. വാർഡിലേക്ക് മെഡിസിൻസുകൾ എന്ത് ചെയ്യുക, വിതരണം ചെയ്യുക. അടുത്ത് നോക്കിയേ, നെക്സ്റ്റ് ഒരു പോയിന്റ് ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിക്കമെന്റ്സ്. മെഡിക്കമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, മെഡിസിൻസ് തന്നെയാണ് കേട്ടോ, മരുന്നുകൾ തന്നെയാണ് മെഡിക്കമെന്റ്സ് എന്ന് പറയുന്നത്, മരുന്നുകൾ. ടു ഔട്ട് പേഷ്യൻസ്, ഔട്ട് പേഷ്യൻസിനുള്ള മരുന്നുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇപ്പൊ ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടറെ കണ്ട് മരുന്ന് മേടിച്ചു പോകുന്നവരുണ്ടല്ലോ, ഔട്ട് പേഷ്യൻസ്, അവർക്കുള്ള മെഡിക്കേഷൻസ് മരുന്നുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഡ്രഗ് ഇൻഫർമേഷൻ സോഴ്സ് ഇൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലേക്കുള്ള മരുന്നുകളുടെ ഒരു സോഴ്സ്, ഒരു ഉറവിടം, അത് എവിടെ നിന്നാണ് അല്ലെങ്കിൽ അത് എന്താണെന്നുള്ളത് കണ്ടെത്തുക. ഡ്രഗ് ഇൻഫർമേഷൻ സോഴ്സ് ഇൻ ഹോസ്പിറ്റൽസ്. ഹോസ്പിറ്റലിന് മരുന്നുകളുടെ ഒരു ഉറവിടം. സെന്റർ ഫോർ ഡ്രഗ് യൂട്ടിലൈസേഷൻ സ്റ്റഡീസ്. ഒരു കേന്ദ്രമാണ് ഇതിന്റെ ഡ്രഗ് യൂട്ടിലൈസേഷൻ സ്റ്റഡീസ്. മരുന്ന് ഉപയോഗങ്ങളുടെ ഒരു സെന്റർ ആണ്, ഒരു എന്താ പറയാ, ഒരു പഠന കേന്ദ്രം. സെന്റർ ഫോർ ഡ്രഗ് യൂട്ടിലൈസേഷൻ സ്റ്റഡീസ്. ഡ്രഗിന്റെ ഉപയോഗങ്ങള്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മരുന്നുകളുടെ ആ ഒരു പഠനങ്ങള്, പുതിയ പുതിയ കണ്ടെത്തലുകള്, അതിന്റെയൊക്കെ ഒരു സെന്റർ ആണ്, ഒരു കേന്ദ്രമാണ് സെന്റർ ഫോർ ഡ്രഗ് യൂട്ടിലൈസേഷൻ സ്റ്റഡീസ്. മരുന്ന് ഉപയോഗങ്ങളുടെ ഒരു പഠന കേന്ദ്രം. അവിടെ ഈസ് വെട്ടിക്കളഞ്ഞാൽ കേട്ടോ. പ്രാക്ടീസ് recommendation of the pharmacy and therapeutic committee. So pharmacy and therapeutic committeeകളുടെ അതിന്റെ ആ റെക്കമെൻഡേഷൻസ് അത് എന്ത് ചെയ്യുക, അത് പ്രയോഗത്തിൽ കൊണ്ടുവരുക. ഇപ്പൊ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയിലേക്ക് പഠിക്കാനുണ്ട്, അതിലെ മെമ്പേഴ്സ് ആരൊക്കെയാണ്, എന്താണ് കമ്മിറ്റി, ആ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അപ്പൊ നമുക്ക് ഡീറ്റെയിൽ പറയാം കേട്ടോ, അവരുടെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്നൊക്കെ ഉള്ളത് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതൊക്കെ നെക്സ്റ്റ് പേജിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നോക്കിയേ, ഫാർമസി ആൻഡ് ഡ്രഗ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ അവരുടെ ആ ശുപാർശകള് എന്ത് ചെയ്യുക, അത് പ്രായോഗികമാക്കുക അല്ലെങ്കിൽ പ്രായോഗികമായിട്ട് കൊണ്ടുവരിക. അപ്പൊ ആ കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ എന്ത് ചെയ്യുക, അത് പ്രായോഗികമാക്കുക. Bring in practice recommendation of the pharmacy and therapeutic committee. ഫാർമസിയുടെയും തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെയും ഒക്കെ ആ ശുപാർശകള് അത് പ്രായോഗികമായി അല്ലെങ്കിൽ പ്രയോഗത്തിൽ കൊണ്ടുവരിക എന്നുള്ള, എടുക്കുന്ന തീരുമാനങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരിക. Then patient counseling. പേഷ്യൻസിന് കൗൺസിലിംഗ് കൊടുക്കുക. മെഡിക്കേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് പേഷ്യൻസിന് കൗൺസിലിങ്ങുകൾ കൊടുക്കുക. Then keeping liaison between medical, nursing and the patients. ആരൊക്കെ liaison എന്ന് പറഞ്ഞാൽ ബന്ധം, ആരൊക്കെ തമ്മിൽ ബന്ധം, ആരൊക്കെ തമ്മിൽ മെഡിക്കൽ, നേഴ്സിംഗ് ആൻഡ് ദ പേഷ്യന്റ്. ഓക്കെ, പേഷ്യന്റ് നേഴ്സിംഗ് ആയിട്ട് ഒരു നല്ലൊരു ബന്ധം, ഇവർ തമ്മിലുള്ള ബന്ധം എന്ത് ചെയ്യുക, നിലനിർത്തുക. Keeping liaison between medical, nursing and the patient. ഇവരുമായിട്ടുള്ള ബന്ധം നിലനിർത്തുക. അത്രയാണ് ഫങ്ഷൻസ് വരുന്നത്. ഓൾമോസ്റ്റ് നമുക്കത് വായിച്ചു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് മനസ്സിലാക്കാം അല്ലെ, ഇൻക്ലൂഡ് ചെയ്യേണ്ട ഏതാണോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണ് അങ്ങനെ ആ രീതിയിലാണ് അതിനകത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പൊ അത് ആ രീതിക്ക് ഒന്ന് നോക്കി വെക്കുക കേട്ടോ, 1-2 പ്രാവശ്യം വായിച്ചൊന്ന് മനസ്സിലാക്കാം. പിന്നെ ഇതിനകത്ത് അപ്പൊ അത്രയും പോയിന്റ്സുകളും ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഇനി അടുത്തത് ഒബ്ജക്റ്റീവ്സ് ആണ്. ഇതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ്, അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, ഹോസ്പിറ്റൽ ഫാർമസിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്. ഓക്കെ, to make sure that the availability of right medication at the right time, in the right dose, at the minimum possible cost. ഒന്നാമത്തെ ഫാർമസിയുടെ ലക്ഷ്യം എന്താ,
എന്താണ് ടു മേക്ക് ഷുവർ ദാറ്റ് ദ അവൈലബിലിറ്റി ഓഫ് റൈറ്റ് മെഡിക്കേഷൻസ്, ശരിയായിട്ടുള്ള മരുന്നുകള് എപ്പോഴും അറ്റ് ദ റൈറ്റ് ടൈം, ശരിയായ സമയത്ത് റൈറ്റ് ശരിയായ അളവില് മിനിമം സാധ്യമായ ഏറ്റവും കുറഞ്ഞ കോസ്റ്റില് എന്ത് ചെയ്യുക, നമ്മൾ അവൈലബിൾ ആക്കുക, അത് ശരിയായ മരുന്നുകൾ ലഭ്യമാക്കുക എന്നുള്ളത് എന്ത് വരിക, ഉറപ്പാക്കുക. To make sure that the availability of right medications, ശരിയായിട്ടുള്ള മരുന്നുകൾ അതെങ്ങനെയാ, ശരിയായ സമയത്ത് ശരിയായ ഡോസില് സാധ്യമായ ഏറ്റവും കുറഞ്ഞ വിലയില് എന്ത് ചെയ്യുക, അവൈലബിൾ ആക്കുക അവൈലബിൾ ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ്, ടു പ്രൊഫഷണലൈസ് the operation of pharmaceutical services in a hospital. To professionalize ചെയ്യാന്ന് വെച്ചാൽ എന്താ, professionalize the operation of pharmaceutical services in a hospital. ഹോസ്പിറ്റലുകളിലെ ഫാർമസ്യൂട്ടിക്കൽ സർവീസുകൾ, സേവനങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുക, പ്രൊഫഷണലൈസ് ചെയ്യുക എന്ന് വെച്ചാൽ ആ മെഡിക്കേഷൻസിലെ മരുന്നുകൾ അതിന്റെ ഉപയോഗത്തിലൂടെ പേഷ്യൻസിന് ഏറ്റവും സാധ്യമായ ഏറ്റവും മികച്ച പരിചരണം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതാണ് പ്രൊഫഷണലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. ഏറ്റവും സാധ്യമായ ഏറ്റവും കുറഞ്ഞ വിലയിലും നല്ല ക്വാളിറ്റിയിലും ശരിയായ ആ മരുന്നുകള് അത് എന്ത് ചെയ്യുക, അത് പേഷ്യന്റിന് അവൈലബിൾ ആണ്, അവർക്ക് അത് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതാണ് പ്രൊഫഷണലൈസ് ചെയ്യുക എന്ന് പറഞ്ഞത്. ഫാർമസിയിലെ ഫാർമസ്യൂട്ടിക്കൽ സർവീസുകൾ, ഹോസ്പിറ്റലിലെ ഫാർമസ്യൂട്ടിക്കൽ സർവീസുകളുടെ ആ പ്രവർത്തനങ്ങള് എന്ത് ചെയ്യുക, പ്രൊഫഷണലൈസ് ചെയ്യുക. അപ്പൊ എന്തിനു വേണ്ടിയാ അത് പ്രൊഫഷണലൈസ് ചെയ്യുക എന്ന് പറയുന്നേ, എന്തിനു വേണ്ടിയാ, ആ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി അല്ലേ. ഹോസ്പിറ്റലിലെ മരുന്നുകളുടെ ഒക്കെ ക്വാളിറ്റി അത് പേഷ്യൻസിന് കൊടുക്കുന്നുണ്ട്, ശരിയായ രീതിയിൽ നല്ല ക്വാളിറ്റിയിലൊക്കെ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. പിന്നെ പേഷ്യന്റിന് താങ്ങാവുന്ന വിലയിൽ മരുന്നുകൾ ലഭ്യമാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. പിന്നെ പേഷ്യൻസിന് കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുക. അതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫാർമസിയിലെ പ്രവർത്തനങ്ങൾ പ്രൊഫഷണലൈസ് ചെയ്യാൻ പറ്റും. പേഷ്യൻസിന് ഇപ്പൊ നമുക്ക് എന്താ ഒരു ചെറിയൊരു കൗൺസിലിംഗ് കൊടുക്കുക, മരുന്നുകള് അതുമായിട്ട് അവർക്ക് അറിവുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കുക. നമുക്ക് എന്താ പറയാ ഒരു കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റും. പിന്നെ അഫോർഡബിൾ ആയിട്ടുള്ള താങ്ങാവുന്ന വിലയില് പേഷ്യൻസിന് മരുന്നുകൾ കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ നല്ല ക്വാളിറ്റിയില് മരുന്നുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഫഷണൽ ആക്കാൻ പറ്റും. ഫാർമസിയിലെ പ്രവർത്തനങ്ങൾ പ്രൊഫഷണലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, രണ്ടാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്, ടു പ്രൊഫഷണലൈസ് ദ ഓപ്പറേഷൻ ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസ് ഇൻ എ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ഫാർമസ്യൂട്ടിക്കൽ സേവനങ്ങളുടെ പ്രവർത്തനങ്ങള് എന്ത് ചെയ്യുക, പ്രൊഫഷണലൈസ് ചെയ്യുക. ക്ലിയർ ആയോ, പ്രൊഫഷണലൈസ് ചെയ്യുക. ഓക്കെ, അടുത്ത് നോക്കി മൂന്നാമത്തെ പോയിന്റില്, to act as a counseling department for medical staff, nursing and for patient on the usage of drugs, possible after effects, toxicity, then hostile effect, drug interaction, etc. ഇതെന്താ പറഞ്ഞേക്കുന്നത്, ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ആക്ട് ചെയ്യുക. To act as a counseling department, അത്രയാണ് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. എന്നിട്ട് മറ്റൊന്ന് മനസ്സിലാക്കി വെക്കുക, എന്താണ് മൂന്നാമത്തെ പോയിന്റിൽ പറഞ്ഞേക്കുന്നത്, ടു ആക്ട് ആസ് എ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ആക്ട് ചെയ്യുക. ആർക്ക്, ഫോർ മെഡിക്കൽ സ്റ്റാഫുകൾക്ക്, നഴ്സസ് നഴ്സുകൾക്ക്, ആൻഡ് ഫോർ പേഷ്യന്റ് ഓൺ ദ യൂസേജ് ഓഫ് ഡ്രഗ്സ്, മരുന്നുകൾ ഉപയോഗിക്കുന്ന പേഷ്യൻസിന് ഒക്കെ ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ആക്ട് ചെയ്യുക. പിന്നെ അത് അവർക്ക് എന്താ സാധ്യമായിട്ടുള്ള അതിന്റെ മരുന്നുകളുടെ ആഫ്റ്റർ എഫക്ട്സുകള്, അല്ലെങ്കിൽ എന്തെങ്കിലും ടോക്സിറ്റി എന്ന് വെച്ചാൽ എന്തെങ്കിലും വിഷാംശങ്ങളോ അല്ലെങ്കിൽ വിഷഗുണമുള്ള മരുന്നുകള് പറയാ, അങ്ങനെയുള്ളതൊക്കെ അതിന് അവർക്കൊരു കൗൺസിലിംഗ് കൊടുക്കാം. പിന്നെ അടുത്തത് ഹോസ്റ്റൈൽ എഫക്ട്, ഡ്രഗ് ഇൻട്രാക്ഷൻ എക്സെട്ര. ആന്റിബയോട്ടിക്കുകളൊക്കെ കഴിക്കുമ്പോൾ അതിന് എന്തെങ്കിലും പ്രതിരോധ വിരുദ്ധമായിട്ടുള്ള ഫലം അങ്ങനെയൊക്കെ
ഉള്ള കാര്യങ്ങൾ. ഇപ്പൊ നമ്മള് ഈ നാർക്കോട്ടിക് ഡ്രഗ്സ് ഒക്കെ ഇല്ലേ, വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകൾ, അപ്പൊ അതൊക്കെ കഴിക്കുമ്പോൾ അവർക്ക് ചെറിയൊരു സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ചിലപ്പോൾ സംഭവിക്കാം. അപ്പൊ അങ്ങനെയുള്ള അവർക്ക് എന്താ ഇത് മരുന്നുകളുടെ ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ അതിനൊരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് മരുന്നുകൾ ഉപയോഗിക്കുന്ന പേഷ്യൻസിനും നേഴ്സുകൾക്കും മറ്റുള്ള സ്റ്റാഫിനും ഒക്കെ ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ആക്ട് ചെയ്യുക. നിങ്ങൾ ജസ്റ്റ് ഒരു ഇച്ചിരി മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ, ഫുള്ള് നോക്കണ്ട. ടു ആക്ട് ആസ് എ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ഫോർ മെഡിക്കൽ സ്റ്റാഫ്, നേഴ്സസ് ആൻഡ് ഫോർ പേഷ്യന്റ് ഓൺ ദ യൂസേജ്. പേഷ്യന്റ് ഇത്രയും മതി, പേഷ്യൻസ് ഇവർക്കൊക്കെ ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ആക്ട് ചെയ്യുക. ഇനി അടുത്ത 4ാമത്തെ പോയിന്റിൽ എന്താ, ടു ആക്ട് ആസ് എ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഓൺ ഡ്രഗ് യൂട്ടിലൈസേഷൻ. എന്താ, ഡ്രഗ് ഉപയോഗത്തിലുള്ള വിവരങ്ങൾ അതിന്റെ ഒരു സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുക, പ്രവർത്തിക്കുക. അതാണ് നമ്മൾ കൗൺസിലിംഗിന്റെ കാര്യം പറഞ്ഞില്ലേ, to act as a source of information on drug utilization. നമ്മള് ഡ്രഗ്സ് മരുന്നുകളുടെ ഉപയോഗം അല്ലെങ്കിൽ നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഡ്രഗ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ എന്താ അതിന്റെ ഒരു നമുക്ക് അതിനെക്കുറിച്ച് മരുന്നുകളെ കുറിച്ചൊക്കെയുള്ള ഇൻഫർമേഷൻ തരുന്ന ഒരു സോഴ്സ്, ഒരു ഉറവിടം അതായിട്ട് ആക്ട് ചെയ്യുക. To act as a source of information on drug utilization. Okay. അടുത്തത്, ഡ്രഗ് ഉപയോഗിക്കുമ്പോഴുള്ള എന്തെങ്കിലും വിവരങ്ങൾ അതിനെ കുറിച്ചുള്ള ഒരു ഉറവിടമായിട്ട് പ്രവർത്തിക്കുക. ഓക്കെ, മനസ്സിലായില്ലേ പോയിന്റ്? ക്ലിയർ അല്ലേ? നമ്മളിപ്പോ മരുന്നുകൾ എന്തെങ്കിലും ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് ഇപ്പൊ ഫാർമസിയിൽ നമുക്കൊന്ന് എൻക്വയറി ചെയ്യാം അല്ലെ. എന്തെങ്കിലും നമുക്ക് അതിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് അവരോട് ചോദിക്കാം. അപ്പൊ അതൊരു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. ഓക്കെ, ഡ്രഗിന്റെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഒരു സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അടുത്ത നോക്കിയേ, to take part in research projects. കണ്ടോ, റിസർച്ച് പ്രൊജക്റ്റുകൾ. അപ്പൊ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും പ്രൊജക്റ്റുകളോ റിസർച്ചുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ഭാഗമായിട്ട് അതിൽ പങ്കെടുക്കുക എന്നുള്ളത്. ടു ടേക്ക് പാർട്ട്, പങ്കെടുക്കുക ഇൻ റിസർച്ച് പ്രൊജക്ട്സ്. അതിൽ പങ്കെടുക്കുക. ഓക്കെ, ഫാർമസി അതില് ഇൻവോൾവ് ചെയ്യുക, അതില് ആ പ്രൊജക്റ്റില് റിസർച്ചിലൊക്കെ ഒന്ന് പങ്കെടുക്കുക എന്നുള്ള മീനിങ്. അടുത്ത നോക്കിയേ, ടു ബ്രിങ് into practice decision of the pharmacy and the therapeutic committee. നമ്മൾ പറഞ്ഞാണ് ഈ ഫാർമസി അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ പ്രായോഗികമാക്കുന്നതിന് അപ്പൊ ആ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ അത് പ്രായോഗികമാക്കുന്നതിന് എന്താ പ്രായോഗികമാക്കുക എന്നത് ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഒരു ലക്ഷ്യമാണ്, മറ്റൊരു ലക്ഷ്യമാണ്. ഓക്കെ, ഫാർമസി അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ പ്രായോഗികമാക്കുക. ടു ബ്രിങ് into practice decision of the pharmacy and therapeutic committee. അടുത്ത നോക്കിയേ, സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ്, ടു കോർഡിനേറ്റ് ആൻഡ് ടു കോപ്പറേറ്റ് വിത്ത് ദ അതർ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. കോപ്പറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, സഹകരിക്കുക. കോർഡിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഏകോപിപ്പിക്കുക. ടു കോർഡിനേറ്റ് ആൻഡ് ടു കോപ്പറേറ്റ്, ഏകോപിപ്പിക്കുക, സഹകരിക്കുക with the other department of the hospital. ഹോസ്പിറ്റലിലെ മറ്റു ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഏകോപിപ്പിക്കുക, അതുപോലെ സഹകരിച്ചു പോകുക. അടുത്ത ലാസ്റ്റ് പോയിന്റ് ഏതാ, ടു ഡിസൈൻ, ഓർഗനൈസ് ആൻഡ് ഫുൾഫിൽ ഫാർമസി പോളിസി പ്രൊസീജിയേഴ്സ് ഇൻ കീപ്പിംഗ് വിത്ത് ദ എസ്റ്റാബ്ലിഷ്ഡ് പോളിസീസ് ഓഫ് ദ ഹോസ്പിറ്റൽസ്. പറഞ്ഞിരിക്കുന്നത് ഹോസ്പിറ്റലിലെ അവിടെ ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യാന്ന് വെച്ചാൽ സ്ഥാപിതമായ ഹോസ്പിറ്റലിലുള്ള പോളിസികള്, അവിടുത്തെ നയങ്ങളുണ്ടല്ലോ, ഹോസ്പിറ്റലിലെ പോളിസികൾ, അതിനനുസൃതമായിട്ട് ഹോസ്പിറ്റലിലെ ആ പോളിസികൾക്ക് അനുസൃതമായിട്ട് ഫാർമസിയിലെ
ആ നടപടിക്രമങ്ങള് രൂപകൽപ്പന ചെയ്യുകയും അത് സംഘടിപ്പിക്കുകയും അത് എന്ത് ചെയ്യുക, ഡിസൈൻ ചെയ്യുക, അത് രൂപീകരിക്കുകയും ഓർഗനൈസ് ചെയ്യാന്ന് വെച്ചാൽ സംഘടിപ്പിക്കുക, ഫുൾഫിൽ ചെയ്യാന്ന് വെച്ചാൽ നിറവേറ്റുകയും ചെയ്യുക. എന്തിനനുസൃതമായിട്ട്? ഹോസ്പിറ്റലിലെ പോളിസികൾക്ക് അനുസൃതമായിട്ട് ഫാർമസിയിലുള്ള പ്രൊസീജിയറുകള്, ഫാർമസിയിലെ നടപടിക്രമങ്ങള് അതിന് വേണ്ട ഡിസൈൻ ചെയ്യുക, അത് ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കുക, അത് നിറവേറ്റുക. അപ്പൊ ഫാർമസിയിലെ ആ പ്രൊസീജിയേഴ്സ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം? ഹോസ്പിറ്റലിലുള്ള പോളിസി, ഹോസ്പിറ്റലിലെ സ്ഥാപിതമായിട്ടുള്ള പോളിസികൾക്ക് അനുസൃതമായിട്ട് വേണം എന്ത് ചെയ്യാം, ഫാർമസിയിൽ അവര് ഫോളോ ചെയ്യേണ്ട അല്ലെങ്കിൽ പ്രൊസീജിയർ, നടപടിക്രമം, പോളിസി പ്രൊസീജിയറുകൾ അതനുസരിച്ച് ഡിസൈൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, അത് നിറവേറ്റുകയും ചെയ്യുക. അപ്പൊ ഇത്രയാണ് അതിനകത്ത് ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. ഇത് നിങ്ങൾ വെറുതെ ഒന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇത് ഫങ്ഷൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടൊന്ന് നോക്കി വെക്കുക, ഒബ്ജക്റ്റീവ്സ് വെറുതെ ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? അത് പോയിന്റ്സുകള് ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ, ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫസ്റ്റ് പോയിന്റ് നോട്ട് ചെയ്തോ, കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചതാണ് കേട്ടോ. ലൊക്കേറ്റഡ് ഇൻ ദ ഫസ്റ്റ് ഫ്ലോർ ഓർ ഇൻ ദ ഗ്രൗണ്ട് ഫ്ലോർ. ഫസ്റ്റ് ഫ്ലോറിലോ ഗ്രൗണ്ട് ഫ്ലോറിലോ ആകാം. അവിടെ ചോദിച്ചതാണ്. ഹോസ്പിറ്റൽ ഫാർമസി ലൊക്കേറ്റഡ് ഇൻ ദ ഡാഷ് ഫ്ലോർ. ഓപ്ഷൻ ഇങ്ങനെയായിരുന്നു, ഫസ്റ്റ് ഫ്ലോർ, ഗ്രൗണ്ട് ഫ്ലോർ, or they can be none of them. അങ്ങനെയായിരുന്നു ഓപ്ഷൻസ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഫ്ലോറിലോ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലോ ആകാം. ക്ലിയർ ആയില്ലേ? ലൊക്കേറ്റഡ് ഇൻ ദ ഫസ്റ്റ് ഫ്ലോർ ഓർ ഇൻ ദ ഗ്രൗണ്ട് ഫ്ലോർ. അണ്ടർലൈൻ ചെയ്തില്ല. ഇനി സെക്കൻഡ് പോയിന്റ് നോക്കി, ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങൾ. ഒരു ഫാർമസിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ. ഇപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തും ഇപ്പൊ അങ്ങനെയുണ്ട്, ശരിയാണ്. അതിനോട് ചേർന്ന് ഇപ്പൊ ആ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് പ്രിസ്ക്രൈബ് ചെയ്ത അതിനോട് ചേർന്ന് തന്നെ ഫാർമസിയുടെ ചെറിയ ചെറിയ സെക്ഷനുകളായിട്ട് ഇപ്പൊ ഇടുക. ഓക്കെ, ഇതിപ്പോ ഇപ്പൊ മെയിൻ ഫാർമസിയുടെ ഇതാ പറഞ്ഞേക്കുന്നത്. അത് മിക്കവാറും ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ആയിരിക്കും. നമ്മൾ കയറി ചെല്ലുമ്പോൾ OPD അതിനകത്ത് തന്നെ ആയിരിക്കുമല്ലോ. നമ്മൾ ആ ഹോസ്പിറ്റൽ ഫാർമസി വലിയ സെറ്റിങ്സ് ആയിട്ട് തന്നെ മെയിൻ ആയിട്ടുള്ളത്. ഓരോ ഡിപ്പാർട്ട്മെന്റിനോട് ചേർന്നിട്ട് അതിൻ്റെതായ മെഡിസിൻസ് അല്ലെ, കായിന്റെ ഇതാണെങ്കിൽ അതിനോട് ചേർന്നിട്ട് തന്നെ ഫാർമസി ഉണ്ടാവും. അപ്പൊ അവിടെ നിന്ന് തന്നെ ആ ഇതിനകത്തുള്ള മരുന്നുകൾ അത് ഓരോന്നിനും സ്പെഷ്യലൈസ്ഡ് ആണ്. അതിന് ഓരോ സെക്ഷനിൽ ഫോക്കസ് ചെയ്തിട്ട് അതിനനുസൃതമായിട്ടുള്ള മരുന്നുകൾ കൊടുക്കുന്നതാണ് അങ്ങനെ ആ ഒരു ഫാർമസി. ഇത് മെയിൻ ആയിട്ടുള്ളതാണ് ഇത് പറഞ്ഞേക്കുന്നത് കേട്ടോ, അവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. മെയിൻ ഗ്രൗണ്ട് ഫ്ലോർ തന്നെയായിരിക്കും മെയിൻ ഫാർമസി എന്ന് പറയും. ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്തിട്ടോ. ലൊക്കേറ്റഡ് ഇൻ ദ ഫസ്റ്റ് ഫ്ലോർ ഓർ ഇൻ ദ ഗ്രൗണ്ട് ഫ്ലോർ. ഇനി അടുത്ത് നോക്കിയേ, OP pharmacy should have a grand appearance. ഇങ്ങനെയാ അപ്പിയറൻസ് എങ്ങനെയായിരിക്കും ഒരു ഫാർമസിയുടെ? OP pharmacy should have OP pharmacy, അതായത് നമ്മൾ കയറി ചെല്ലുമ്പോൾ എൻട്രൻസിൽ OP ഉണ്ടാവുമല്ലോ, പേഷ്യന്റ് ആ ഒരു ഏരിയയില് ഫാർമസി മെയിൻ ഇതുണ്ടാവും. അപ്പൊ ആ ഫാർമസി എന്ന് പറയുന്നത് ഗ്രാൻഡ് ആയിരിക്കും, ഒരു ഗംഭീരമായിട്ടുള്ള ഒരു അപ്പിയറൻസ് ആയിരിക്കണം അല്ലെ. വലിയ നമ്മൾ ആ ഒരു സെക്ഷൻ ഫുള്ള് ഫാർമസി ആയിരിക്കും. പിന്നെ അതിനനുസരിച്ചുള്ള അവർക്ക് പേഷ്യൻസിനൊക്കെ വെയിറ്റ് ചെയ്യാനും മരുന്നുകളൊക്കെ ആണെങ്കിൽ ഓരോ ടോക്കൺ അനുസരിച്ചൊക്കെ അല്ലേ മരുന്നുകളുടെ നമ്മുടെ നമ്പർ വരുമ്പോഴാണ് നമ്മൾക്ക് അവിടെ ഫാർമസിയിൽ ചെന്ന് മരുന്നുകൾ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഓരോ ഡോക്ടറിനെയും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ താഴെ വന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ ടോക്കൺ നമ്പർ അനുസരിച്ച് അവിടെ നേരെ തെളിയും അല്ലെ, കമ്പ്യൂട്ടറിൽ ആ സ്ക്രീനിൽ അവിടെ തെളിയും നമ്മുടെ നമ്പർ, ടോക്കൺ നമ്പർ. അപ്പൊ അതിനനുസരിച്ച് അവിടെ ടോക്കൺ നമ്പർ പേര് പറയുമ്പോഴാണ് നമ്മൾ പോയി ഫാർമസിയിൽ നിന്ന് മരുന്ന് കളക്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു ഗ്രാൻഡ് അപ്പിയറൻസ് ആയിരിക്കണം. ഇത് നല്ല ചെയറൊക്കെ നല്ല
പേഷ്യൻസിനൊക്കെ ഇരിക്കാനായിട്ട്, പേഷ്യൻസിന് അല്ലെങ്കിൽ മരുന്ന് മേടിക്കുന്ന വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കൊക്കെ ഇരിക്കാനായിട്ട് നല്ല സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ്, നല്ലൊരു ഗ്രാൻഡ് ലുക്ക് ആയിരിക്കണം. ഓക്കെ, OP ഫാർമസി എന്ന് പറയുന്നത് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഫാർമസി നമുക്ക് എല്ലാ ഹോസ്പിറ്റലിലും ചെന്ന് കഴിഞ്ഞാൽ തന്നെ അറിയാം. ഓക്കെ, should have a grand appearance and must have enough space patient who should wait for medication. അതാ പറഞ്ഞേക്കുന്നത്. പിന്നെ എന്താ, ഗ്രാൻഡ് അപ്പിയറൻസ് ആയിരിക്കണം, ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ലുക്ക് ആയിരിക്കണം. ഇനി എന്താ പറഞ്ഞേക്കുന്നത്, ഇനഫ് സ്പേസ് പേഷ്യന്റ് who should wait for medicines. മെഡിസിൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പേഷ്യൻസിന് ഇരിക്കാൻ മതിയായിട്ടുള്ള ഒരു സ്ഥലവും വേണം അല്ലെ. ഇനഫ് സ്പേസ്, മതിയായിട്ടുള്ള ഒരു സ്ഥലവും വേണം വെയിറ്റിംഗ്. Then OPD's waiting room should give a professional look. അപ്പൊ OPDയുടെ വെയിറ്റിംഗ് റൂം എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ ലുക്ക് അല്ലേ തന്നെ അല്ലേ. ഇപ്പൊ ചില ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം, വലിയ നമുക്ക് തന്നെ അതിശയപ്പെട്ടു പോകും അല്ലേ. അത്രയും ഒരു ഫെസിലിറ്റിയാണ് അവിടെ OPD വെയിറ്റിംഗ് റൂം എന്ന് പറഞ്ഞാൽ. അപ്പൊ മൊത്തം അവിടെ ആളുകൾക്ക് താഴെ ഇപ്പൊ എന്തിനെങ്കിലൊക്കെ ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ളവർക്കും അവർക്ക് കൂടെ വന്നിട്ടുള്ളവർക്കും ഒക്കെ വെയിറ്റ് ചെയ്യാൻ, റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ, എല്ലാവർക്കും ഒക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടൊരു എന്താ പറയാ അത്രയും സ്പേസ് ഉണ്ടാവും. ഒരു എന്താ ഒരു പ്രൊഫഷണൽ ലുക്ക് അല്ലേ അല്ലെ. ഒരു നല്ലൊരു ഗംഭീരമായിട്ടുള്ള ഒരു ലുക്ക് ആയിരിക്കും. കാണാൻ TV ഉണ്ടാവും, ശരിയാ, ഇരിക്കാൻ ചെയർ ഉണ്ടാവും. അത് ചുമ്മാ ഇരുന്ന് വെറുതെ ഇരുന്ന് ബോറടിക്കാതിരിക്കാൻ വേണ്ടി അവിടെ TV ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്രയും ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ലുക്ക് ആയിരിക്കണം. There should be educative. പിന്നെ അവിടെ എന്ത് വേണം, there should be educative posters on health and hygiene. കണ്ടോ, നമ്മുടെ ആരോഗ്യവും ശുചിത്വം ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എഡ്യൂക്കേഷൻ നൽകുന്ന എഡ്യൂക്കേറ്റീവ് പോസ്റ്റേഴ്സ് അവിടെ ഉണ്ടായിരിക്കണം. പിന്നെ ആൻഡ് ലിറ്ററേച്ചർ ഫോർ റീഡിങ്, റീഡിങ്ങിനായിട്ട് അവിടെയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോ നമ്മൾ ടേബിളില് ലിറ്ററേച്ചർ മാഗസിൻസ് ഒക്കെ വെച്ചിട്ടുണ്ടാവില്ലേ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്ത്. അപ്പൊ നമ്മൾ കുറെ നേരം വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് ബോറടിക്കും അല്ലേ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എന്തൊക്കെ അതിനുള്ള സൗകര്യങ്ങളും കൂടി അവിടെ അവൈലബിൾ ആയിരിക്കണം. ടേബിളിൽ ഇഷ്ടംപോലെ ഹെൽത്ത് റിലേറ്റഡ് മാഗസിൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ബോറടിക്കാതിരിക്കാം. TV കാണുന്നവർക്ക് ഇഷ്ടമുള്ളവർക്ക് TV കാണാം, അല്ലാത്തവർക്ക് മാഗസീൻസ് ഒക്കെ വായിച്ചുകൊണ്ടിരിക്കാം. രണ്ടാമത്തെ പോയിന്റ് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്തിട്ട് കേട്ടോ. അത് എക്സാമിനാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു പോയിന്റ് ആയിട്ടാണെങ്കിലും ചോദിക്കാറുണ്ട്. എന്തൊക്കെ ഇത് വേണമെന്നാ പറഞ്ഞേക്കുന്നത് അവിടെ. ഒരു നല്ലൊരു ഗ്രാൻഡ് അപ്പിയറൻസ് ആയിരിക്കണം OP ഫാർമസി. പിന്നെ പേഷ്യൻസിന് വെയിറ്റ് ചെയ്യാൻ, മരുന്നുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പേഷ്യൻസിന് ഇരിക്കാനായിട്ട് ആവശ്യത്തിനുള്ള സ്പേസ് വേണം. പിന്നെ ഒരു പ്രൊഫഷണൽ ലുക്ക് ആയിരിക്കണം. പിന്നെ എഡ്യൂക്കേറ്റീവ് പോസ്റ്ററുകൾ, ഹെൽത്ത് ആൻഡ് ഹൈജീനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എഡ്യൂക്കേഷൻ നൽകുന്ന പോസ്റ്ററുകൾ അല്ലെങ്കിൽ മാഗസീൻസ്, ലിറ്ററേച്ചർ, റീഡിങ്ങിന് വേണ്ടിയ ലിറ്ററേച്ചറുകളൊക്കെ അവൈലബിൾ ആയിരിക്കണം. ആ പോയിന്റ് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്തിടണം. സെക്കൻഡ് പോയിന്റ് കേട്ടോ. അതിന്റെ ഉള്ളിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം. ഇനി മൂന്നാമത്തെ പോയിന്റിൽ നോക്കിയാൽ must be given for regular manufacturing of stock solution. ഇനി അടുത്ത എന്ത് വേണം, സ്റ്റോക്ക് സൊല്യൂഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? സ്റ്റോക്ക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഹൈ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആണ്. ഹൈ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഓഫ് ഡ്രഗ്സ്, അതാണ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻസ്. അപ്പൊ ആ ഹൈ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ സ്റ്റോക്ക് സൊല്യൂഷൻസ് ഒരു മാനുഫാക്ചർ ചെയ്യാനായിട്ട് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്പേസ് വേണം. ഓക്കെ, സ്റ്റോക്ക് സൊല്യൂഷൻ ഒക്കെ മാനുഫാക്ചർ ചെയ്യാനായിട്ട്. പിന്നെ അതിന്റെ ഒപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് പൗഡറുകള്, പൊടികളില്ലേ മരുന്നുകളുടെ. പിന്നെ ഓയിൽമെന്റുകൾ നമുക്ക് സ്കിന്നിൽ പരട്ടാൻ ചിലപ്പോ ടാബ്ലറ്റിന്റെ കൂടെ ഓയിൽമെന്റ് ഒക്കെ തരാറില്ലേ. അപ്പൊ സ്റ്റോക്ക് സൊല്യൂഷൻ മാനുഫാക്ചറിങ് ഓഫ് സ്റ്റോക്ക് സൊല്യൂഷൻ, പൗഡേഴ്സ്, ഓയിൽമെന്റ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാനുഫാക്ചർ ചെയ്യാനായിട്ട് സ്യൂട്ടബിൾ സ്പേസ് വേണം. അടുത്തതാട്ടോ ഇൻഫ്രാസ്ട്രക്ചറിൽ സ്റ്റോക്ക് സൊല്യൂഷൻ, പൗഡേഴ്സ്, ഓയിൽമെന്റ്സ് ഒക്കെ മാനുഫാക്ചർ ചെയ്യാനായിട്ട് എന്ത് വേണം, സ്യൂട്ടബിൾ സ്പേസ് വേണം. അതിന് ആവശ്യമായിട്ടുള്ള സ്പേസ് വേണം. The manufacturing room should be near to the pharmacy. എവിടെയായിരിക്കണം മാനുഫാക്ചറിംഗ് റൂം? should be near the pharmacy. അണ്ടർലൈൻ ചെയ്തിട്ടേത് The manufacturing room should be near the pharmacy. ഫാർമസിയോട് ചേർന്നായിരിക്കണം ഈ മാനുഫാക്ചറിംഗ് റൂം. പിന്നെ അടുത്ത് നോക്കിയേ നാലാമത്തെ പോയിന്റില്
ഓഫീസ് ഓഫ് ദ ചീഫ്, അതായത് ചീഫ് ഫാർമസിസ്റ്റ് ഇല്ലേ, അവരാണ് M.Pharm കഴിഞ്ഞവർ കേട്ടോ. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ഫാർമസിസ്റ്റിന്റെ ചീഫ് ഫാർമസിസ്റ്റ്. ആ ചീഫ് ഫാർമസിസ്റ്റിന് ഇരിക്കാനായിട്ടുള്ള ഒരു ഓഫീസ് വേണം. ഓഫീസ് ഓഫ് ദ ചീഫ്. ചീഫ് ഫാർമസിസ്റ്റിന് ഇരിക്കാൻ അവർക്കുടെ ഒരു ഓഫീസ് വേണം. പാക്കേജിങ് ആൻഡ് ലേബലിംഗ് ഏരിയ, പാക്കേജ് ചെയ്യാൻ ലേബൽ ചെയ്യാൻ ഏരിയ വേണം. കോൾഡ് സ്റ്റോറേജ് ഏരിയ, ഇങ്ങനെ മരുന്നുകൾ കോൾഡ് സ്റ്റോറേജിൽ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുന്ന മരുന്നുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സൂക്ഷിക്കാനായിട്ട് കോൾഡ് സ്റ്റോറേജ് ഏരിയ വേണം. റിസർച്ച് വിങ്, ഗവേഷണ വിഭാഗം വേണം. റിസർച്ച് ചെയ്യാനായിട്ട് പുതിയ പുതിയ മരുന്നുകളൊക്കെ കണ്ടുപിടിക്കണ്ടേ, അതിനൊക്കെ വേണ്ടിയിട്ട് എന്താ അതിനുള്ള റിസർച്ച് വിങ്, റിസർച്ച് വിഭാഗം, ആ ഒരു സെക്ഷൻ അത് വേണം. റിസർച്ചിനായിട്ടുള്ള ഒരു സെക്ഷൻ വേണം. ഗവേഷണ വിഭാഗം വേണം. ഫാർമസി സ്റ്റോർ റൂം, മരുന്നുകൾ സ്റ്റോർ ചെയ്യാനായിട്ട് ഫാർമസിയുടെ സ്റ്റോർ റൂം വേണം. ലൈബ്രറി വേണം. പോയിന്റ്സ്, അതൊക്കെ കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് അല്ലേ എളുപ്പമല്ലേ. ഓഫീസ് ഓഫ് ദ ചീഫ്, പാക്കേജിംഗ് ആൻഡ് ലേബലിംഗ് ഏരിയ, കോൾഡ് സ്റ്റോറേജ് ഏരിയ, റിസർച്ച് വിങ്, ഗവേഷണ വിഭാഗം, ഫാർമസി സ്റ്റോർ റൂം, ലൈബ്രറി. കിട്ടിയോ? 9 പോയിന്റ്സും ക്ലിയർ അല്ലേ? ഇൻഫ്രാസ്ട്രക്ചറിലെ ഓക്കെ ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? യെസ്, കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആണ് അല്ലെ. അതിനകത്ത് രണ്ടാമത്തെ പോയിന്റ് പ്രത്യേകം നിങ്ങളൊന്ന് നോട്ട് ചെയ്തിടണം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം. ഇനി നോക്കിയ 10ാമത്തെ, റേഡിയോ ഐസോട്ടോപ്പ് സ്റ്റോറേജ് ആൻഡ് ഡിസ്പെൻസിങ് ഏരിയ. റേഡിയോ ഐസോട്ടോപ്പ്, ഓക്കെ, എന്താ റേഡിയോ ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞ് ഒരു ചെറിയ ഡെഫിനിഷൻ അവിടെ കൊടുത്തേണ്ടത്, എന്നിട്ട് അതിന്റെ എക്സാമ്പിൾ പറയാം കേട്ടോ. അപ്പൊ റേഡിയോ ഐസോട്ടോപ്പ് സ്റ്റോർ ചെയ്യാനും അത് ഡിസ്പെൻസിങ് വിതരണം ചെയ്യാനുമുള്ള ഏരിയ വേണം. അപ്പൊ നോക്കാം, റേഡിയോ ഐസോട്ടോപ്പ് എന്താ? അൺസ്റ്റഡി ഫോം ഓഫ് എ കെമിക്കൽ എലമെന്റ് and release radiation since it break down and become more stable. എന്താ, നമുക്ക് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കൂടുതൽ സ്ഥിരതയുള്ള ഒരു രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിന് ആയിട്ട് ഒരു റേഡിയേഷൻസ് ഒക്കെ എമിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്ന ഒരു മൂലകത്തിന്റെ ഒരു അൺസ്റ്റഡി ഫോം ആണ് ഈ റേഡിയോ ഐസോട്ടോപ്പ് എന്ന് പറയുന്നത്. ഇതാണ് അൺസ്റ്റഡി ഫോം ഓഫ് എ കെമിക്കൽ ഇലമെന്റ്. ഇതാണ് അസ്ഥിരമായിട്ടുള്ള ഒരു രൂപമാണ് അൺസ്റ്റഡി ഫോം ഓഫ് എ കെമിക്കൽ ഇലമെന്റ്. ഒരു മൂലകത്തിന്റെ ഒരു സ്ഥിരമല്ല, സ്റ്റേബിൾ അല്ല, അൺസ്റ്റഡി ഫോം ആണ്, അസ്ഥിരമായിട്ടുള്ള ഒരു രൂപമാണ് റേഡിയോ ഐസോട്ടോപ്പ്. റിലീസ് റേഡിയേഷൻ സിൻസ് ഇറ്റ് ബ്രേക്ക് ഡൗൺ ആൻഡ് ബിക്കം മോർ സ്റ്റേബിൾ. കൂടുതൽ അത് സ്റ്റേബിൾ ആവാൻ, സ്ഥിരതയുള്ള ഒരു ഇതിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ട് അവിടെ എന്താ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. അതായത് വികിരണം പുറപ്പെടുവിക്കുന്ന ഒരു മൂലകത്തിന്റെ അസ്ഥിരമായിട്ടുള്ള രൂപമാണ് റേഡിയോ ഐസോട്ടോപ്പ് എന്ന് പറയുന്നത്. ഇനി മെഡിസിനിൽ അതായത് എക്സാമ്പിൾ 1-2 ഞാൻ പറയാം. റേഡിയോ അയഡിൻ 131, അത് തൈറോയിഡ് ട്രീറ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു റേഡിയോ ഐസോട്ടോപ്പ് ആണ്. അയഡിൻ 131 നോട്ട് ചെയ്യണമെന്നില്ല കേട്ടോ, എക്സാമ്പിൾ ഒന്ന് മനസ്സിലാവാൻ പറഞ്ഞു എന്നുള്ളൂ. അയഡിൻ 131 തൈറോയിഡിന്റെ ട്രീറ്റ്മെന്റ് ഇല്ലേ, അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഐസോട്ടോപ്പ് ആണ്, റേഡിയോ ഐസോട്ടോപ്പ് ആണ്. താലിയം 201 201 ഫോർ ഹാർട്ട് ഇമേജിങ്, ഹാർട്ട് ഇമേജ് ചെയ്യാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ് താലിയം. പിന്നെ ഗാലിയം 64 ഫോർ നമുക്ക് ട്യൂമർ ഡിറ്റക്ഷൻ, ട്യൂമർ ഉണ്ടോന്നൊക്കെ ഡിറ്റക്ട് ചെയ്യാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന റേഡിയോ ഐസോട്ടോപ്പുകളാണ്. ഈ മെഡിസിൻ എന്ന് നോക്കിയേ, ദേ ആർ യൂസ്ഡ് ഇൻ ഇമേജിംഗ്, ടെസ്റ്റ് ആൻഡ് ഇൻ ട്രീറ്റ്മെന്റ്. അണ്ടർലൈൻ ചെയ്തിട്ട് ആ സെന്റൻസ്, റേഡിയോ ഐസോട്ടോപ്പ് മെഡിസിൻസിൽ എന്തിനൊക്കെ ഉപയോഗിക്കുന്നത്? ദേ ആർ യൂസ്ഡ് ഇൻ ഇമേജിംഗ് ടെസ്റ്റ് നമ്മൾ പറഞ്ഞില്ലേ, ഹാർട്ട് ഇമേജിംഗ് പറഞ്ഞില്ലേ, അതിന് ഉപയോഗിക്കുന്ന താലിയം 201. ഇമേജിംഗ് ടെസ്റ്റുകൾക്ക് ആൻഡ് ട്രീറ്റ്മെന്റ്, ഇപ്പൊ തൈറോയിഡ് ട്രീറ്റ്മെന്റിന് വേണ്ടി അയഡിൻ 131 ഉപയോഗിക്കുന്നു. തൈറോയിഡിന്റെ ട്രീറ്റ്മെന്റിന് അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന റേഡിയോ ഐസോട്ടോപ്പ് ആണ്. അത് എന്തിനാ ഉപയോഗിക്കുന്നത്? ഇമേജിംഗ് ടെസ്റ്റ് ആൻഡ് ട്രീറ്റ്മെന്റ്. അണ്ടർലൈൻ ചെയ്തോ?
മെഡിസിനില് റേഡിയോ ഐസോട്ടോപ്പ് ഉപയോഗിക്കുന്ന എന്തിനാ? ഇമേജിംഗ് ടെസ്റ്റ് ആൻഡ് treatment. All radioactive isotopes should be in storage in secure. ഇനി എവിടെയാ വെക്കണ്ടേ? സെക്യൂർ ആയിട്ട് വെക്കണം, സുരക്ഷിതമായിട്ട് വെക്കണം. When they are not in use. അപ്പൊ അത് ഉപയോഗിക്കാത്ത സമയത്ത് നമ്മൾ വളരെ സെക്യൂർ ആയിട്ട് തന്നെ വെക്കണം. റേഡിയോ ഐസോട്ടോപ്സ് should be in store in secure when they are not in use. ഉപയോഗത്തിലല്ലാത്തപ്പോൾ അതെന്ത് ചെയ്യണം? PET സ്കാൻ. ശരിയാണ് കേട്ടോ, PET സ്കാൻ ഇവിടെയും റേഡിയോ ഐസോട്ടോപ്പ് ഉപയോഗിക്കണ്ട. അപ്പൊ നോക്കിയേ, അപ്പൊ അത് നമുക്ക് ഉപയോഗിക്കാത്തപ്പോൾ അതെന്ത് ചെയ്യണം? സെക്യൂർ ആക്കി വെക്കണം. If they are stored in laboratory, the lab must be locked when they are not in use. കണ്ടോ, ഇനി നമ്മൾ ലബോറട്ടറിയിൽ സ്റ്റോർ ചെയ്യുമ്പോൾ ലാബ് ലോക്ക് ചെയ്യണം. The lab must be locked when they are not in use. ഉപയോഗിക്കാത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് ലാബ് ലോക്ക് ചെയ്യണം. If the isotope is stored in refrigerator or freezer in a lab or hallway. hallway എന്ന് പറഞ്ഞാൽ ഇടനാഴി എന്നുള്ള മീനിങ് ആട്ടോ, ഇടനാഴി. If the isotopes, radio isotopes is stored in refrigerator, in a refrigerator lo അല്ലെങ്കിൽ freezer lo നമ്മൾ ഇത് സൂക്ഷിക്കുകയാണെങ്കിൽ, or in lab or hallway ഇടനാഴിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സൈഡിലോ എന്താ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ, ഇടനാഴിയിലൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ, the refrigerator or freezer must be locked. കണ്ടോ, refrigerator അല്ലെങ്കിൽ freezer എന്ത് ചെയ്യണം? ലോക്ക് ചെയ്ത് വെക്കണം. മനസ്സിലായില്ലേ? ലബോറട്ടറിയിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ലബോറട്ടറി എന്ത് ചെയ്യണം? അത് ലോക്ക് ചെയ്യണം. ലാബ് മസ്റ്റ് ബി ലോക്ക്ഡ്. റെഫ്രിജറേറ്ററിലോ അല്ലെങ്കിൽ ഫ്രീസേഴ്സിലൊക്കെ, ലാബില് റെഫ്രിജറേറ്ററിലോ ഫ്രീസേഴ്സിലൊക്കെ ആണെങ്കിൽ റെഫ്രിജറേറ്ററിൽ അല്ലെങ്കിൽ ഫ്രീസർ തന്നെ എന്ത് ചെയ്യണം? ലോക്ക് ചെയ്ത് വെക്കണം. നമ്മൾ അത്രയും സുരക്ഷിതമായിട്ട് സൂക്ഷിക്കേണ്ടതാണ് റേഡിയോ ഐസോട്ടോപ്സുകൾ. ആ 10th പോയിന്റും നിങ്ങളൊന്ന് ടിക്കിട്ട് വെച്ചു. അതിന് ചിലപ്പോ എന്താണ് റേഡിയോ ഐസോട്ടോപ്പ് എന്നോ, മെഡിസിനിൽ റേഡിയോ ഐസോട്ടോപ്പ് ഏതിനൊക്കെയാ ഉപയോഗിക്കണേന്നോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അതിൽ നിന്ന് ചോദിക്കാം. അപ്പൊ അത് നമുക്ക് പ്രത്യേകം നോട്ട് ചെയ്തിട്ടേ. ഇനി അടുത്ത എക്യുപ്മെന്റ്സ് ആണ് ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ ഹോസ്പിറ്റൽ ഫാർമസിയിൽ കേട്ടോ, ലബോറട്ടറിയിലല്ല, ഹോസ്പിറ്റൽ ഫാർമസിയിലെ എക്യുപ്മെന്റ്സ് നീഡഡ് ഇൻ ദ ഹോസ്പിറ്റൽ ഫാർമസി കൺസിസ്റ്റ് ഓഫ്. എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് വേണ്ടത്? ഇമ്പോർട്ടന്റ് ആണെന്ന് എഴുതിയിട്ടുണ്ട്. അത് എക്യുപ്മെന്റ്സ് നീഡഡ് ഇൻ ദ ഹോസ്പിറ്റൽ ഫാർമസി കൺസിസ്റ്റ് ഓഫ്. എന്തൊക്കെയാ എക്യുപ്മെന്റ്സ് ആ വേണ്ടേ? പ്രിസ്ക്രിപ്ഷൻ കേസ്, പ്രിസ്ക്രിപ്ഷൻസ്, മരുന്നിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലേ, അതൊക്കെ വെക്കാനുള്ള ട്രേ ആണ് കേട്ടോ പ്രിസ്ക്രിപ്ഷൻ കേസ് എന്ന് പറയുന്നത്. പ്രിസ്ക്രിപ്ഷൻസ് വെക്കാനുള്ള ട്രേ, പ്രിസ്ക്രിപ്ഷൻ കേസ്. ഓക്കെ, അടുത്ത നോക്കിയേ, ഡ്രഗ് സ്റ്റോർ കബോർഡ് വിത്ത് പ്രോപ്പർ ഷെൽഫ്സ് ആൻഡ് ഡ്രോയേഴ്സ്. മരുന്നുകൾ സ്റ്റോർ ചെയ്യുന്ന കബോർഡുകൾ, ഓരോ മെഡിസിൻസ് സ്റ്റോർ ചെയ്ത് വെക്കൂലേ, അതിനുള്ള കബോർഡ് വിത്ത് പ്രോപ്പർ ഷെൽഫ്സ് ആൻഡ് ഡ്രോയേഴ്സ്. അതിന് അനുയോജ്യമായിട്ടുള്ള ഷെൽഫുകൾ, ഡ്രോയറുകളില്ലേ, ഡ്രോയറുകളുള്ള ഡ്രഗ് സ്റ്റോക്ക് കബോർഡുകൾ വേണം. അടുത്ത സെക്ഷണൽ ഡ്രോയേഴ്സ് ക്യാബിനറ്റ് വിത്ത് കബോർഡ് ബേസ്. പിന്നെ ഓരോ സെക്ഷൻ തിരിച്ചിട്ടുള്ള, അതിനകത്ത് ഓരോ സെക്ഷൻ തിരിച്ചിട്ടുള്ള ഡ്രോയർ ക്യാബിനറ്റുകൾ വേണം വിത്ത് കബോർഡ് ബേസ്. അടുത്തത് വർക്ക് ടേബിൾ ആൻഡ് കൗണ്ടർ ഫോർ റെഗുലർ ഡിസ്പെൻസിങ്. വർക്ക് ടേബിൾ ആൻഡ് കൗണ്ടർ ഫോർ റെഗുലർ ഡിസ്പെൻസിങ്, റെഗുലർ ആയിട്ട് വിതരണം ചെയ്യാനായിട്ട്, സ്ഥിരമായി മരുന്നുകൾ വിതരണം ചെയ്യുന്നതിനുള്ള വർക്ക് ടേബിളുകളും അതിനുള്ള കൗണ്ടറുകളും വേണം. ഓക്കെ, പിന്നെ അടുത്ത് നോക്കിയാൽ സിങ്ക് വിത്ത് ഡ്രെയിൻ ബോർഡ്. സിങ്ക് കഴുകാനൊക്കെ ആയിട്ട് സിങ്ക് വേണം. പിന്നെ എന്താ? വിത്ത് ഡ്രെയിൻ ബോർഡ്. നിങ്ങളുടെ വീട്ടിലുണ്ടാവുമല്ലോ പാത്രങ്ങൾ കഴുകണ സിങ്ക്. വെറുതെ സിങ്ക് മാത്രമുള്ളോ? ചിലർക്ക് ഇത്തിരി വലിയ സിങ്ക് ആയിരിക്കും. അതിൽ ഒരു സെക്ഷൻ പാത്രമൊക്കെ കഴുകാനും ഒരു സെക്ഷൻ അത് ഉണക്കി വെക്കാനും, അല്ലെ, കഴുകി പാത്രങ്ങൾ കമഴ്ത്തി വെക്കാനുള്ള സ്പേസും കൂടെ ഉള്ള സിങ്ക് ഇല്ലേ? ഇത്തിരി വലിയ സിങ്ക് അല്ലേ? ഒരു സെക്ഷനിൽ നമുക്ക് കഴുകാൻ പറ്റും. അതിന്റെ ഒരു സെക്ഷൻ, ആ സിങ്കിന്റെ ഒരു സെക്ഷൻ പാത്രങ്ങളൊക്കെ നമുക്ക് എടുത്ത് കമഴ്ത്തി വെക്കാം. അതിനുള്ള ഒരു സ്പേസ് ഇല്ലേ?
ഇല്ലേ? അവിടെ വീട്ടിലില്ലേ സിങ്ക് വിത്ത് ഡ്രെയിൻ? ആ ഓക്കെ, അതുപോലെയുള്ള ആ ഇത് ഉണ്ടാവും, സിങ്ക് ഉണ്ടാവും. ഓക്കെ, ഉണ്ട്. ഓക്കെ, അതുപോലെ ഇത് ലാബിലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ, ഫാർമസിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആണെങ്കിലും ഒക്കെ നമ്മളൊന്ന് വാഷ് ചെയ്തിട്ട് അവിടെ കഴുകി വെക്കാനായിട്ട് കേട്ടോ, ഇതിനുള്ള ഇതുണ്ടാവും. സിങ്ക് വിത്ത് ഡ്രെയിൻ ബോർഡ്. ഇനി cabinet to store motor and pistols. മോട്ടോർ പിസ്റ്റൽസ് കേട്ടിട്ടുണ്ടോ? നമ്മൾ പൊടിക്കാനൊക്കെ ഇട്ടേ, നമ്മൾ പുളിക്കൊക്കെ പൊടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന, ഇങ്ങനെ നമ്മള് വീട്ടില് മുളകൊക്കെ ചതയ്ക്കൂലേ, ഉള്ളി മുളകൊക്കെ ചതയ്ക്കണ ഇപ്പൊ ഒരു കുഞ്ഞു ഇതില്ലേ, കല്ലിന്റെ ഇടിയൻ, ഗ്രൈൻഡ് ചെയ്യാൻ, ക്രഷ് ചെയ്യാൻ. അതുപോലത്തെ നമ്മൾ ഈ മരുന്നുകളൊക്കെ പൊടിക്കാനൊക്കെ ഉള്ള സംഭവം, ഇങ്ങനെ ഒരു ഇതിനകത്ത് ഇങ്ങനെ വെച്ച് പൊടിക്കണ പോലെ, മോട്ടർ ആൻഡ് പിസ്റ്റൽസ്. അതിനുള്ള ക്യാബിനറ്റ് ഉണ്ടാവും. ക്യാബിനറ്റ് ടു സ്റ്റോർ മോട്ടർ ആൻഡ് പിസ്റ്റൽസ്. Then cupboard for glass utensils, flask, funnel and beaker. ഇതൊക്കെ വെക്കാനുള്ള കബോർഡുകൾ ഉണ്ടാവും. Cupboard for glass utensils, flask, funnel and beakers. Then അടുത്ത നോക്കിയാൽ refrigerators of suitable capacity. അനുയോജ്യമായിട്ടുള്ള കപ്പാസിറ്റിയിലുള്ള റെഫ്രിജറേറ്ററുകൾ ഉണ്ടായിരിക്കും. മിക്ക മരുന്നുകളും നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട മരുന്നുകളൊക്കെ ഉണ്ട് അല്ലെ, അതിനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടായിരിക്കും. പിന്നെ നാർക്കോട്ടിക് സേഫ് വിത്ത് സെപ്പറേറ്റ് ലോക്ക്ഡ് ഡ്രോയേഴ്സ്. നാർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നാർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് വെച്ചാൽ മയക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളില്ലേ, മോർഫിൻ പോലുള്ള മരുന്നുകളൊക്കെ അല്ലേ, അങ്ങനെയുള്ളത് മയക്കുന്ന മരുന്നുകൾ, അതൊക്കെ പ്രത്യേകം നമ്മൾ സേഫ് ആയിട്ട് പ്രത്യേകം ലോക്ക്, മോർഫിൻ, ഓക്കെ, അതൊക്കെ സെപ്പറേറ്റ് ലോക്ക്ഡ് ഡോറിൽ വെക്കണം. അത് സാധാരണയുടെ കൂടെ വെക്കാൻ പറ്റില്ല. നാർക്കോട്ടിക് ഡ്രഗ്സുകൾ സെപ്പറേറ്റ് ചെയ്തിട്ട് വെക്കണം. ലോക്ക്ഡ് ഡ്രോയേഴ്സ്, അത് വേറെ ആരൊക്കെ എടുക്കാതെ അനുവദിക്കാതെ, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് എടുക്കാത്ത രീതിയിലൊക്കെ അത് സെപ്പറേറ്റ് ചെയ്തിട്ട് ലോക്ക്ഡ് ഡ്രോയേഴ്സിൽ തന്നെ വെക്കണം. നാർക്കോട്ടിക്സ് സേഫ് വിത്ത് സെപ്പറേറ്റ് ലോക്ക്ഡ് ഡ്രോയേഴ്സ്. നാർക്കോട്ടിക് എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നുകൾ കേട്ടോ, മയക്കാനുള്ള മരുന്നുകൾ. അടുത്ത നോക്കി, ഓഫീസ് ഡെസ്ക് വിത്ത് ടെലിഫോൺ കണക്ഷൻ ആൻഡ് ഫയൽ ക്യാബിനറ്റ്. എന്ത് വേണം? ഓഫീസ് ഡെസ്ക് വിത്ത് ടെലിഫോൺ കണക്ഷൻ ആൻഡ് ഫയൽ ക്യാബിനറ്റ്. കണ്ടോ, നമുക്ക് ആ ടെലിഫോൺ കണക്ഷൻ ഉൾപ്പെടെയുള്ള ഓഫീസ് ഫയല് ഒക്കെ വയ്ക്കാനുള്ള ക്യാബിനറ്റ് വേണം. ഓഫീസ് ഡെസ്ക് വിത്ത് എന്ത് വേണം? ടെലിഫോൺ കണക്ഷൻ ആൻഡ് ഫയൽ ക്യാബിനറ്റ്. ഫയലുകൾ വെക്കുന്ന ക്യാബിനറ്റുകൾ, ടെലിഫോൺ കണക്ഷനുള്ള ഒരു ഓഫീസ് ഡെസ്ക് വേണം. പിന്നെ അടുത്തത് ഡിസ്പെൻസിങ് വിൻഡോ ഫോർ നഴ്സസ് എന്നാണ് കേട്ടോ. അത് ഒന്ന് കറക്റ്റ് ചെയ്ത് ഇവിടെ തിരികെ, നഴ്സസ്. ഡിസ്പെൻസിങ് വിൻഡോ ഫോർ നഴ്സസ് ആൻഡ് ഔട്ട് പേഷ്യൻസ്. നഴ്സിന് ഔട്ട് പേഷ്യൻസിനൊക്കെ ഡിസ്പെൻസ് ചെയ്യാൻ, മരുന്നുകൾ നൽകാനുള്ള വിൻഡോ വേണം. ഡിസ്പെൻസിങ് വിൻഡോ ഫോർ, മരുന്നുകൾ ഒരു പ്രത്യേക വിൻഡോ കൂടെയല്ലേ നമുക്ക് തരുന്നേ, ഫാർമസിന്ന് പുറത്തേക്ക് തന്നെ, അപ്പൊ അതിനുള്ള വിൻഡോ കൂടെ വേണം. ഡിസ്പെൻസിങ് വിൻഡോ ഫോർ നഴ്സസ് ആൻഡ് ഔട്ട് പേഷ്യൻസ്. നഴ്സിനും ഔട്ട് പേഷ്യൻസിനും ഒക്കെ മരുന്നുകൾ വിതരണം ചെയ്യാനുള്ള വിൻഡോ, മരുന്ന് വിതരണം ചെയ്യാനുള്ള വിൻഡോയും വേണം. അപ്പൊ അത്രയാണ് എക്യുപ്മെന്റ്സ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നിങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ടേക്കാം, പ്രത്യേകം നോട്ട് ചെയ്തിടാം എന്തൊക്കെ എക്യുപ്മെന്റ്സുകളാണ് നമുക്ക് ഹോസ്പിറ്റൽ ഫാർമസിയിൽ വരുന്നത് എന്നുള്ളത്. ഓക്കെ, നേഴ്സ് ആണ് കേട്ടോ, അത് കറക്റ്റ് ചെയ്തോ നിങ്ങള്. ഡിസ്പെൻസിങ് വിൻഡോ ഫോർ നേഴ്സുകൾക്കും ഔട്ട് പേഷ്യന്റിനും ഒക്കെ മരുന്നുകൾ കൊടുക്കാനായിട്ടുള്ള എന്ത് വേണം? ഡിസ്പെൻസിങ് വിൻഡോ വേണം. നേഴ്സിനൊക്കെ ആണെങ്കിൽ അവരുടെ ഡ്യൂട്ടി റൂമിലേക്കൊക്കെ മരുന്നുകളൊക്കെ കൊണ്ടുവയ്ക്കണ്ടേ, അതൊക്കെ ഫാർമസിയിൽ നിന്നാണല്ലോ. അപ്പൊ നേഴ്സുകൾക്കും ഫാർമസിയിൽ വന്ന മരുന്നുകൾ കളക്ട് ചെയ്യാം. അവർക്ക് പേഷ്യൻസിന്, ഔട്ട് പേഷ്യൻസിനൊക്കെ മരുന്നുകൾ വിതരണം ചെയ്യാനുള്ള എന്ത് വേണം? വിൻഡോ വേണം. ക്ലിയർ ആയോ? ഇത്രയും എക്യുപ്മെന്റ്സുകൾ ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഉൾപ്പെടുന്ന എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാണെന്ന് ക്ലിയർ അല്ലേ? അത്രയും ഒന്ന് നിങ്ങൾ നോക്കി വെക്കുക കേട്ടോ. അടുത്തത് കുഞ്ഞിതാണ്, എളുപ്പമുള്ളതാണ്. ഇനിയിപ്പോ അടുത്ത ക്ലാസ്സിൽ നോക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഒരുപാടൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അതിന് നമ്മള് ഫസ്റ്റ് പറഞ്ഞത് ഇൻട്രൊഡക്ഷൻ ആണ്, അതിലൊരു 4 പോയിന്റ് പറഞ്ഞു. പിന്നെ ഫങ്ഷൻസ് ഒന്ന് നോട്ട് ചെയ്തേര്. ഓക്കെ, ഫങ്ഷൻസ് നോട്ട് ചെയ്യണം. ഒബ്ജക്റ്റീവ്സ് ഒന്ന് വെറുതെ വായിച്ചാൽ മതി എന്തൊക്കെയാണുള്ളത്. പിന്നെ അതിനകത്ത് ഇൻഫ്രാസ്ട്രക്ചർ പറഞ്ഞു, അതില് 2ാമത്തെ 10ാമത്തെ പോയിന്റ് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്തതാണ് കേട്ടോ.
പിന്നെ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഉൾപ്പെടുന്ന എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാണ്. ഓക്കെ, അത്രയും കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിലേക്ക് അയച്ചിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ് നോക്കാം.